3 വിഷയങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് സഹോദരങ്ങളെ. 4ാമത്തെ വിഷയം എന്റെ ചെറുപ്പക്കാരാ, എന്റെ യുവതിയുവാക്കളെ ഗൗരവത്തോടെ ചിന്തിക്കണേ. അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തഹാബാ റജുലാൻ തഹാബാ ഫില്ലാഹ് ഇജ്തമാ അലൈഹി വതഫറഖാ അലൈഹി. 2 സുഹൃത്തുക്കൾ, 2 കൂട്ടുകാർ, അവര് നല്ലതിനു വേണ്ടി ഒരുമിച്ച് കൂടുക, നല്ലതിനു വേണ്ടി വേർപിരിയുക. നല്ല വിഷയത്തിന് ഒരുമിച്ച് കൂടുക, തിന്മ വരുമ്പോൾ അവര് വേർപിരിഞ്ഞു പോവുക. അവർക്കുമുണ്ട് തണൽ മുഹമ്മദ് മുസ്തഫ. ഒരു പാവപ്പെട്ട ഉസ്താദ് കൊല്ലത്ത് നിന്ന് കഷ്ടപ്പെട്ട് വന്നിട്ട് വയല് പറയാ, നമ്മുടെ നാട്ടിൽ നമ്മുടെ പരിസരത്ത് നമുക്കവിടെ നിന്ന് പോയിരിക്കല്ലേ, ഇങ്ങനെ മാറി നിന്നിട്ട് ഇങ്ങനെ ആസ്വദിക്കുകയല്ലോ. ഇൽമിന്റെ സദസ്സല്ലേ, അനമളയുടെ അല്ലല്ലോ. നമുക്ക് ആ പുറയിലത്തെ ചേറിലെങ്കിലും പോയിരിക്കാം, അതിന് വല്ല കുറവുണ്ടോ എന്നൊരു കൂട്ടുകാരനെ വിളിക്കുമ്പോൾ ആ മറുപടിക്ക് ഉത്തരം കൊടുക്കുന്ന കൂട്ടുകാരനാണോ അർശിന്റെ തണല് കിട്ടും മുഹമ്മദ് മുസ്തഫ. നാളെ ന്യൂ ഇയർ, ഇന്ന് അടിച്ചില്ലേ പിന്നെ എന്നാ അടിക്കുന്നത്? ഇന്ന് രാത്രി 12 മണിക്ക് ഒന്ന് കസറിയില്ലെങ്കിൽ പിന്നെ എന്നാടാ? ഇതൊക്കെ ഇപ്പോഴല്ലേ പറ്റൂ. അതൊക്കെ തൗബ ചെയ്യാൻ സമയത്ര എന്തൊക്കെ മസലാന്നറിയാവോ? മനുഷ്യന്മാരെ തെറ്റിലേക്കും തിന്മയിലേക്കും കൊണ്ടുപോകാൻ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരല്പം ഈമാനിക ആവേശത്തിൽ ജീവിച്ചു പോകുന്ന ചെറുപ്പക്കാരനപ്പോ നരകം വാങ്ങിക്കൊടുക്കാൻ നടക്കുന്ന വൃത്തികെട്ട കൂട്ടുകെട്ടുകളെ കണ്ടറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. തിന്മയിലേക്ക് ക്ഷണിക്കുമ്പോൾ, എടാ നിന്നെ ഞാൻ സ്നേഹിച്ചത് നിന്നിലുള്ള നന്മ കണ്ടിട്ടാ, നീ ഇത്രയും തെമ്മാടിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ പടച്ചോനെ പൊടിക്കുന്ന ആളാണ്, നിനക്ക് പോകാം, നിന്നിലുള്ള നന്മയ്ക്ക് ഞാനുണ്ട്, തിന്മയ്ക്ക് ഞാനില്ല. ഇന്ന് സിനിമ റിലീസാ, ബാല്യകാല സഖിയാണ്, അതുകൊണ്ട് അതൊക്കെ സംഭവം അങ്ങനെയൊക്കെ മമ്മൂട്ടി നിൽക്കുന്നെങ്കിലും സംഭവമൊക്കെയാണ്. നമുക്കൊന്ന് പോയി നോക്കുകയല്ലേ, ജുമൊക്കെ പിന്നായിരുന്നാലും പറ്റും. ഇതങ്ങ് കഴിഞ്ഞു പോയാ പിന്നെ എന്താ ചെയ്യുക? അവനോടൊപ്പം സഞ്ചരിക്കുന്ന കൂട്ടുകാരനാണോ അവന് നരകത്തിലാ, മറിച്ച് അവനിൽ നിന്നും വേർപിരിഞ്ഞുകൊണ്ട് തിന്മയുടെ വിഷയം വരുമ്പോൾ വേർപിരിയുന്ന കൂട്ടുകാരനാണോ അഷ്റഫുൽ ഖൽഖ് പറയുകയാ, ഒരൊറ്റ തണലില്ലാത്ത ആ സമയത്ത് അള്ളാഹുവിന്റെ അർശിന്റെ തണലുണ്ട് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഇപ്പൊ കൂട്ടുകാർക്ക് വല്ല കുറവുണ്ടോ? 5000 കൂട്ടുകാർ, ശ്രദ്ധിക്ക് 5000 കൂട്ടുകാർ. നിനക്കെത്ര കൂട്ടുകാരാടാ? എനിക്ക് 7500. നിനക്കെത്ര? എനിക്ക് 114 ആയതേ ഉള്ളൂ. ഞാൻ ഇപ്പോഴും അക്കൗണ്ട് എടുത്തത് ഫേസ്ബുക്കിൽ. കൂട്ടുകാർക്ക് ഒരു കുറവില്ലാത്ത കാലം അല്ലേ? ഈ കൂട്ടുകാരറിയോ, അവരുടെ അവസ്ഥകൾ അറിയുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, കൂട്ടുകൂടാതെ കാമുകമാരെ തേടി അലയുമ്പോ ഫ്രണ്ട് റിക്വസ്റ്റ് കൊടുക്കുന്ന ചെറുപ്പക്കാരാ, ആ കൂട്ടുകൊണ്ട് സ്വർഗത്തിലാണോ പെണ്ണുമേടെ പോകുന്നത്, അതോ നരകക്കുണ്ടിലാണോ? ചിന്തിക്കുക. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? ഈ കൂട്ടുകെട്ടുകളുടെ വാസ്തവത്തിൽ ഏറ്റവും വലിയ കൂട്ടുകെട്ടുള്ള കാലമാണിത്. എല്ലാവർക്കും കൂട്ടുകെട്ട്. 3-ൽ ഒരാള്, അതോ 7-ൽ ഒരാള് ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന ആളുകളാണ് ലോകത്തിൽ. അത്രയും വളർന്നു കഴിഞ്ഞു അല്ലേ? എത്ര കൂട്ടുകാരാണ്. തിന്മയിലേക്കാണോ കൊണ്ടുപോകുന്നത്, നന്മയിലേക്കാണോ? ഒരാളുടെയും പോസ്റ്ററുകൾ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നതാണോ നന്മ ഉതിർക്കുന്നതാണോ, തിന്മയുടെ ഏതാരങ്ങളായിട്ടാണോ ആ ഫ്രണ്ട്ഷിപ്പുകൾ പോകുന്നത്? ചിന്തിക്കാൻ വേണ്ടിയിട്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു വിഷയം അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ